രണ്ടാം പിണറായി സർക്കാരിന്റെ 5ാം ബജറ്റിലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. കുടിശ്ശികയുള്ള 3 ഗഡു കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനം മാത്രമാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നടത്തിയത്. സാമ്പത്തിക ഞെരുക്കം മറികടന്നുവെന്ന് ബജറ്റിൽ പറഞ്ഞെങ്കിലും ക്ഷേമ പെൻഷനിൽ കൈവയ്ക്കാനും ധനമന്ത്രി മടികാട്ടി. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിലും ക്ഷേമ പെൻഷനിൽ കൈതൊടാതെ ധനമന്ത്രി 5 വർഷം കൊണ്ട് ക്ഷേമ പെൻഷൻ ഇരട്ടിയാക്കുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. എന്നാൽ ബാലഗോപാൽ അവതരിപ്പിച്ച 5ാം ബജറ്റിലും 1600 രൂപയിൽ 100 രൂപ പോലും വർദ്ധിപ്പിക്കാൻ ധനമന്ത്രി തയ്യാറായില്ല. നിലവിൽ കുടിശ്ശികയുള്ള 3 ഗഡു കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനവും അതിന്റെ കണക്കുകൾ മാത്രമാണ് ധനമന്ത്രി സഭയിൽ പറഞ്ഞു വെച്ചത്. രണ്ടാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും. ക്ഷേമ പെൻഷൻ ചിലരെങ്കിലും തെറ്റായി കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് അനുവദിക്കാൻ കഴിയില്ല. തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും. സർ, 2011-16 സർക്കാരിൻ്റെ 5 വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് 10,700 കോടി രൂപയുടെ 5 ഇരട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ അവസാന ബജറ്റിലും ക്ഷേമ പെൻഷൻ ഇടം പിടിക്കാതിരുന്നത് പ്രതിപക്ഷത്തെയും അമ്പരപ്പിച്ചു. അതിനിടയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്റെ പ്ലാൻ ബി വർക്ക് കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും മനസ്സിലായത്. പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പ്ലാൻ വെട്ടിക്കുറയ്ക്കലാണ്. പ്ലാനിൽ ഗൗരവതരമായ വെട്ടിക്കുറവ് നടത്തിയിട്ട് വീണ്ടും പ്ലാൻ അലോക്കേഷനെ കുറിച്ച് പറയുന്നതിന്റെ വിശ്വാസ്യത എന്താണ്? അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരവെ ക്ഷേമ പെൻഷനിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം വന്നത് ഇനി നിർണായകമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.